അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ വർത്താനം? സുഖം എല്ലാവർക്കും. അപ്പോൾ ലൈലാനെ യൂട്യൂബിൽ ഇറക്കിയത് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കൂട്ടുകാർ, ലൈലാനെ യൂട്യൂബിൽ ഇറക്കിയത് ഞാനല്ല. ലൈല യൂട്യൂബിൽ ഇറങ്ങിയതിന് ശേഷം എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്, എന്താണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരമല്ലേ, അതുകൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കോ, ഞാൻ അയിമെന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. ഇതും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ വന്നാണ്ട് പാട്ടും കൂത്തും നടത്താനും മുഖം കാട്ടി, അതായത് ഒരു പ്രദർശിപ്പിക്കുന്ന രീതിയിലാവരുത്. എപ്പോൾ നോക്കിയാലും യൂട്യൂബിൽ മുഖം കാട്ടി ഇങ്ങനെ പാട്ടും ഡാൻസും ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് നല്ലതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈല ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും യൂട്യൂബുമായി ബന്ധപ്പെട്ടതല്ല. അത് യൂട്യൂബിലേക്ക് പറഞ്ഞ് വരുത്തിക്കൊണ്ടിരുന്നുണ്ട്. യൂട്യൂബാണ് എല്ലാത്തിനും കാരണം. യൂട്യൂബ് ഇതിലൊരു ഭാഗമേ അല്ല. ഇപ്പൊ ലൈല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പിന്നെ അതെന്താന്നിപ്പോ ഇതിൽ നമ്മൾ പറയണില്ല. അപ്പൊ അങ്ങനെയാണ് ലൈലാന്റെ യൂട്യൂബിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ അത് പോണതും. പിന്നെ പെണ്ണുങ്ങള് ഒരു രംഗത്തും വരരുത്, ഒരു വീടിന്റെ അകത്ത് കുത്തിരിക്കണം, പെണ്ണുങ്ങൾക്ക് ഒരു ബഹുമാനമല്ല. അത് അങ്ങനല്ല, എല്ലാ രംഗത്തും സ്ത്രീകളും വരണം അതിൻ്റെതായ ഒരു കോലത്തില് എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അല്ല സ്ത്രീകൾ വീടിന്റെ അകത്ത് അടച്ചു കൂട്ടി കുത്തിരുന്ന് ഓർക്ക് മുണ്ടാൻ പാടില്ല, ഓർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. കാരണം സ്ത്രീകൾക്കും എല്ലാ അധികാര അവകാശമുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം ആദ്യം. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കും വേണം. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ലൈലാനെ ഞാൻ യൂട്യൂബിൽ സപ്പോർട്ട് അന്ന് ചെയ്തിട്ട് തന്നെ ഉണ്ട്. ചെയ്ത് തുടങ്ങി പിന്നെ മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.